ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും 3 ചേരുവകളും വെച്ച് മാത്രം ഉണ്ടാക്കുന്ന ഒരു അടിപൊളി പുഡിംഗ് ആയിട്ടാണ്. ഇതിന് പുഡിംഗ് ആയിട്ടെന്നോ അല്ലെങ്കിൽ ഒരു ഡിസേർട്ടായിട്ടോ ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അത്രയും മധുരവും അത്രയും ടേസ്റ്റും അത്രയും പഞ്ഞി പോലത്തെ ഉള്ള ഒരു അടിപൊളി സംഭവമാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന സാധാരണ ചേരുവകൾ പാല്, മുട്ട, പഞ്ചസാര, ഇത് 3 വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആദ്യം ഞാൻ 5 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഞാനിവിടെ 5 മുട്ടയുടെ കണക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ എണ്ണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മളെടുക്കുന്ന പാലിൻ്റെയും പഞ്ചസാരൻ്റെയും ഒക്കെ അളവൊക്കെ കുറയ്ക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഈ 5 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാത്രം ഒരു 5 സെക്കൻഡോളം ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം. ഞാനിപ്പോൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ മിക്സ് ആവും, അതുപോലെ തന്നെ നല്ലതുപോലെ പതഞ്ഞും വരും. അതുകൊണ്ടാണ് ഞാൻ ഒരു 5 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നും കൂടെ നമുക്കൊന്ന് ഒരു 5-10 സെക്കൻഡോളം ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാനിവിടെ 1.5 കപ്പോളം ഉള്ള പാലാണ് എടുത്തിരിക്കുന്നത്. 5 മുട്ടയ്ക്ക് 1.5 കപ്പോളം ഉള്ള പാല്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവിൻ്റെ ml എന്ന് പറയുന്നത്, അതായത് മെഷർമെൻറ്റ് കപ്പിൻ്റെ അളവെന്ന് പറയുന്നത് 250 ml ആണ് കേട്ടോ. അപ്പോൾ ഈ 1.5 കപ്പോളം ഉള്ള പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് വെനില എസൻസ് ആണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ചിലവർക്ക് മുട്ടയുടെ സ്മെല്ലൊന്നും ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുപോലെ വെനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഏലക്ക ഒരെണ്ണം അതിൻ്റെ കുരു ഒന്ന് പൊടിച്ചിട്ടോ ചതച്ചിട്ടോ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിനുശേഷം ഒരു 10 സെക്കൻഡും കൂടെ ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കുക. 10-15 സെക്കൻഡോളം ചിലപ്പോൾ അടിക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. നമുക്ക് ഇതിനകത്തോട്ട് ഒരു കാര്യം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിങ്ങനെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് തനി വെള്ള പോലെ ഇരിക്കാതെ കുറച്ചൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 നുള്ളോളം ഉള്ള മഞ്ഞൾപ്പൊടി ഞാനൊരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്ററിയിൽ നിന്ന് മിക്സിക്കകത്തുനിന്ന് ഇച്ചിരി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതും ഒന്ന് നമുക്ക് ഈ ഒരു മിക്സിയിലോട്ട് തന്നെ തിരിച്ചൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 10 സെക്കൻഡും കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അതൊരു ഫസ്റ്റ് സ്പീഡിലിട്ട് അടിച്ചെടുത്താൽ മതിയാവും. നമ്മളല്ലാതെ നേരിട്ട് തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് അവിടെ ഇവിടെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ ഇതുപോലത്തെ ഇതൊരു ചായപാത്രമാണ് കേട്ടോ. ചായ ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ്. അതിൻ്റെ ഒരു പിടി ഞാൻ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചൊന്ന് ഊരിയെടുത്തു എന്ന് മാത്രം. കാരണം നമ്മൾ ആവി വെക്കാൻ പോകുന്ന പാത്രത്തിൽ ഈ ഒരു പാത്രം കൊള്ളാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ്. നല്ലൊരു ഷേപ്പും നല്ല റൗണ്ട് ഷേപ്പും കൂടിയൊക്കെ ഉള്ളൊരു പാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പിടി ഊരിയത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതപ്പോൾ നല്ലൊരു ചോറും പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ലൊരു റൗണ്ട് ഷേപ്പാണ് ഏറ്റവും കാണാനൊക്കെ ഇതിന് ഭംഗിയായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അല്പം നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ തടവി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പാത്രത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ അളവ് കറക്റ്റാണ്. അപ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന് കറക്റ്റായിട്ടുള്ള ഒരു മൂടിക ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്താണെങ്കിലും ഇതൊന്ന് മൂടി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവി കയറ്റുമ്പോൾ അതിൽ നിന്ന് വരുന്ന വെള്ളം ചിലപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു പുഡിങ്ങിലോട്ട് വരും. അന്നേരം ഒത്തിരി വെള്ളമൊക്കെ ആയിട്ട് മാറും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ആവി കയറ്റി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇത് നല്ല കുഴിയുള്ള ഒരു പാത്രമാണ്. അതിനകത്ത് വെള്ളം ഒഴിക്കുക. വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെയുള്ളൊരു വയർ റാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ മൂടികയാണെങ്കിലും മതി, അതൊന്ന് ഇട്ട് കൊടുക്കുക, വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഒരു പാത്രം കൂടെ വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം. ഇത് ഒരു 35 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ഒരു ലോ ഫ്ലെയിമിൽ ടു മീഡിയം, തീരെ ലോ അല്ല തീരെ മീഡിയം അല്ല, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി അതെന്താണെന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തോളൂ, കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ചിലപ്പോൾ വെള്ളം എങ്ങാനും വറ്റി പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഞാൻ അങ്ങനെ ഒരു തവണ ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ, വെള്ളം വറ്റി തുടങ്ങി കഴിഞ്ഞപ്പം. അപ്പോൾ നമ്മുടെ ഈ ഒരു മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ടാണ് ഒരു ലൈറ്റ് മഞ്ഞ കളറിൽ അങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നല്ലൊരു വെള്ളയായിട്ട് കിട്ടും.
ഇനി ഇതിനകത്തോട്ട് ഞാനൊരു ടൂത്ത് പിക്കർ ഒന്ന് കുത്തി നോക്കി എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെന്നാണ്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഇതൊന്ന് ചൂടാറാതെ നമ്മൾ ഇതൊന്ന് ഒരു പാത്രത്തിലോട്ട് മറിച്ചിട്ട് കഴിഞ്ഞെന്നാൽ അത് കറക്റ്റായിട്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇതിൻ്റെ ആ ഒരു പാത്രത്തിൽ എത്ര നമ്മൾ നെയ്യ് തേച്ചു എന്ന് പറഞ്ഞാലും അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇത് നന്നായിട്ട് തന്നെ ചൂടൊക്കെ ആറി നന്നായി തണുക്കട്ടെ. അതിന് ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട, നമ്മുടെ കിച്ചൻ്റെ ഒരു കൗണ്ടർ ടോപ്പിനകത്ത് വെച്ചാൽ മതി. പിന്നെ ഞാനിപ്പോൾ തൊട്ട് കാണിക്കുന്നുണ്ട്, കണ്ടോ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലോട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെറുതായി തട്ടിക്കൊടുക്കുക. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുഡിങ് ഇവിടെ റെഡിയാണ്. നമുക്ക് കണ്ടോ, ഒട്ടും തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ക്ലീൻ ആയിട്ടും പോകുന്നു. ഇത് നല്ല ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്, നല്ല ഇങ്ങനെ പഞ്ഞിക്കുട്ടൻ പോലെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഡ്രൈ നട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇനി ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അല്ലാതെ തന്നെ കുഞ്ഞുങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വലിയവർക്ക്. ഞാനിപ്പോൾ ഇവിടെ അല്പം നട്ട്സ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ പിസ്ത ചേർക്കുന്നുണ്ട്, അതുപോലെ അല്പം കാഷ്യൂ നട്ട്സും ചേർക്കുന്നുണ്ട്. അത് അങ്ങനെ ചേർക്കുന്നതും നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതല്ല, നിങ്ങൾക്കിത് നമ്മൾ ആ ഒരു മിക്സിയിൽ അടിച്ച സമയത്ത് അല്പം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിനകത്ത് ചേർത്ത് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിലും അതും രുചിയാണ്. ഞാനിനി ഇതിനകത്തോട്ട് ഒരു 3 ചെറി ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി അങ്ങനെ വെച്ചു എന്ന് മാത്രം. ഇനി നമുക്കിതൊന്ന് മുറിക്കാം. ഇതിൻ്റെ അകമൊക്കെ എത്രമാത്രം സോഫ്റ്റ് ആണെന്നും എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിക്കാം കേട്ടോ. നമ്മളൊന്ന് കത്തി വയ്ക്കുമ്പോഴത്തേക്കും ഇറങ്ങിപ്പോകുന്നുണ്ട്, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, നല്ല ജ്യൂസിയാണ്, നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞിക്കുട്ടം പോലെയാണ് ഇരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ഇങ്ങനെയും കൂടെ ഒന്ന് മുറിച്ച് കാണിക്കാം. ഇതിൻ്റെ അകം കണ്ടോ, നല്ലൊരു നമ്മൾ ഇതിനകത്ത് ഒരു എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല, നല്ല ജെല്ലി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഐസ്ക്രീമിലൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.